അങ്ങനെ നമ്മൾ അക്വ ലൈഫ് കോർണറിലേക്കാണ് കേട്ടോ അടുത്തതായിട്ട് പോണത്. നമ്മളെ പ്ലാനറ്റോറിയത്തെ ബാക്കി കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പലതരം മീനുകളെയാണ് ഇവിടെ കാണാൻ പറ്റുക. നമുക്ക് പല ടൈപ്സിലുള്ള പല നിറത്തിലുള്ള മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണല്ലോ ഈ മീനുകളെയൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഒരാൾക്ക് ഇവിടെ 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ വണ്ടിയിലേക്കാണെങ്കിൽ ബൈക്കിന് 5 രൂപയാണ് ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാം. പുറത്ത് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം, അതിന് പൈസയൊന്നും കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ രണ്ടാളായിരുന്നുണ്ടായിരുന്നു, രണ്ടാൾക്ക് 80 രൂപയാണ്. ഈ 80 രൂപ കൊടുത്താൽ ഇവിടെ ഒരാൾക്ക് 40 രൂപ കൊടുത്താൽ നമുക്കെല്ലാം കാണാൻ പറ്റും. പിന്നെ ഈ പണ്ടത്തെ പോലെ ഇവിടെ മറ്റേ നക്ഷത്രത്തിനെയൊക്കെ ഒരു ഇതിലൂടെ കാണാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ വന്നപ്പോൾ കണ്ടതാണ്, പക്ഷെ ഇപ്പോൾ ഇല്ല കേട്ടോ. അത് ഇപ്പോൾ എന്തോ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ചെറുതായിട്ടൊക്കെ കാണുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയൊക്കെ റെഡി ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ ടിക്കറ്റ് എടുത്ത കുട്ടികളെയും കൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് കളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായത് കൊണ്ട് കുറേ നേരം അവർക്ക് കളിക്കാം. പിന്നെ നിങ്ങൾ വരികയാണെങ്കിൽ വൈകുന്നേരം 6:30 വരെയാണ് ഇവിടെ ഓപ്പണിംഗ് ഉള്ളൂ കേട്ടോ. 6:30 ആകുമ്പോൾ പിന്നെ സന്ദർശന സമയം കഴിയും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് വരാൻ നോക്കുക. കുറച്ച് നേരത്തേക്ക് വരികയാണെങ്കിൽ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. കുട്ടികൾക്ക് പഠിക്കാൻ കളിക്കുന്ന സംഭവങ്ങളിൽ തന്നെ പഠിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങളുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു 5 മണി കഴിഞ്ഞു, 5:30 ആവാൻ നേരം എത്തിയത്. 5 മണിക്ക് വരികയാണെങ്കിൽ എന്തോ 3D ഷോ ഉണ്ടെന്ന് പറഞ്ഞു, 5 മണി മുതൽ 5:15 വരെ. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എത്തിയത് കേട്ടോ. അപ്പം വരുമ്പോൾ നേരത്തെ വരാൻ നോക്കുക. കുറച്ച് ടൈം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു മുതലാക്കാൻ പറ്റി കുറച്ച് സമയത്തിന് വരാം കേട്ടോ. അപ്പം അങ്ങനെ മീനുകളെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കളറിലുള്ള പച്ചയും മഞ്ഞയും നീലയും അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള മീനുകളും അങ്ങനെ ഒരുപാട് തരം മീനുകൾ ഇവിടെ കാണാൻ പറ്റിയിട്ടോ. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസാണ്. എപ്പോഴൊന്നും നമ്മൾ വരില്ലല്ലോ. അപ്പം നമ്മൾ കോഴിക്കോട് ടൗണിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു മാറ്റം. എപ്പോഴും നമ്മൾ ബീച്ചിലും അവിടേക്കല്ലേ പോകാറുള്ളത്, ഒന്ന് ഇവിടെ ഒന്ന് വന്ന് നോക്കുക കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഉള്ളത് നമ്മളെ ഓഷ്യനാണ്, ഹാൾ ഓഫ് ഓഷ്യൻ. അപ്പോൾ ഈ ഓഷ്യനിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. കടലിലുള്ള പല സംഭവങ്ങളും ഇവിടെ അവർ നമുക്ക് കാണാൻ പറ്റിയ രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓരോന്നും നമുക്ക് പഠിക്കാനുള്ളതും നമുക്കിങ്ങനെ ബട്ടൺ അമർത്തിയിട്ട് ഓരോന്ന് ചെയ്ത് നോക്കാനുള്ളതും ഒക്കെ ഉണ്ട്. പിന്നെ ഓഷ്യൻ ക്യൂസ് ഉണ്ട്. ഇതുണ്ട് നമ്മൾ കപ്പൽ ഓടിക്കണ പോലെ ചെയ്ത് നോക്കാനുള്ള സ്ക്രീനിൽ എന്തൊക്കെ സെറ്റ് ചെയ്യാണ്ട് അത് നമുക്ക് സെറ്റാക്കാനുള്ള അവരെ വിളിക്കാനോ ഒന്നുമുള്ളൊരു ടൈം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് കണ്ടുപോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇവിടെ കപ്പലുകളും അതും ഇതും നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ്, നല്ലൊരു അറിവ് കിട്ടുന്നതുമാണ് കേട്ടോ. എല്ലാത്തിലും നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്തത് ഒരുപാട് പഠിക്കാൻ പറ്റിയൊരു ഇതുണ്ട് ഇവിടെ കേട്ടോ. നമ്മൾ കടലിനുള്ളിലുള്ള സംഭവങ്ങളും കപ്പലുകളിലുള്ളതും ഒക്കെ ഒരുപാട് നമ്മൾ അറിയാത്തൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. നമുക്ക് വായിച്ചൊക്കെ നോക്കിയിട്ട് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ടൈം വേണം. അപ്പോൾ കുറച്ചൊരു ടൈമുള്ള സമയത്ത് വരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ക്യൂസ് ഉണ്ട്, ആ സ്ക്രീനിൽ ഇങ്ങനെ ക്യൂസ് വരും, നമ്മൾ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു കളിക്കാനൊക്കെ പറ്റിയൊരിതാണ്. പിന്നെ ഇവിടെ കടലിൻ്റെ ഒരു ചിത്രം തന്നെ അവർ ഇതാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ഒരു നമ്മൾ ബീച്ചിലേക്കൊക്കെ നോക്കണ പോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നും. എല്ലാവരും ഒന്ന് വന്ന് നോക്കുക. ബൈ.